നാടിനെ നടുക്കിയ പോത്തുണ്ടി ഇരട്ടക്കൊലപാതകത്തിൽ പ്രതിയായ ചെന്താമര കടുത്ത അന്ധവിശ്വാസിയായിരുന്നുവെന്നാണ് ലഭ്യമാകുന്ന വിവരം. തനിക്കെതിരെ ദുർമന്ത്രവാദം ചെയ്തുവെന്ന് ആരോപിച്ചായിരുന്നു 2019 ഇയാൾ സജിതയെ കൊലപ്പെടുത്തുന്നത്. അതിനുശേഷം വർഷങ്ങൾക്കിപ്പുറവും ഈ കുടുംബത്തോട് ഇയാൾ പക വെച്ചു പുലർത്തിയിരുന്നു. 5 വർഷങ്ങൾക്ക് ശേഷമാണ് സജിതയുടെ ഭർത്താവിനെയും ഭർത്തൃമാതാവിനെയും ഇയാൾ വീട്ടിലെത്തി കൊലപ്പെടുത്തുന്നത്. ജയിലിൽ നിന്നിറങ്ങിയ ചെന്താമര ജാമ്യവ്യവസ്ഥ ലംഘിച്ചാണ് പോത്തുണ്ടിയിലെ വീട്ടിലെത്തിയത്. നെന്മാറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കുന്നത് വിലക്കണമെന്ന് ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ പോലീസ് ആവശ്യപ്പെട്ടെങ്കിലും നെന്മാറ ഗ്രാമപഞ്ചായത്തിൽ പ്രവേശിക്കരുതെന്ന വ്യവസ്ഥയെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഈ വ്യവസ്ഥ ലംഘിച്ചാണ് ഡിസംബർ 29 ചെന്താമര സ്വന്തം വീട്ടിലെത്തിയത്. തുടർന്ന് സുധാകരനെയും കുടുംബത്തെയും ഇല്ലാതാക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. ചില അയൽവാസികളെയും ഇയാൾ ഭീഷണിപ്പെടുത്തിയിരുന്നു. സമീപവാസികൾ ഇതു സംബന്ധിച്ച് നെന്മാറ പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ സ്റ്റേഷനിലേക്ക് ഇയാളെ വിളിപ്പിച്ചിരുന്നു. സ്റ്റേഷനുള്ളിൽ കയറാതെ നിന്ന ഇയാളോട് ഇൻസ്പെക്ടർ പുറത്തേക്ക് വന്നാണ് സംസാരിച്ചത്. ജാമ്യവ്യവസ്ഥ ലംഘിച്ചത് കോടതിയിൽ റിപ്പോർട്ട് ചെയ്ത് ജാമ്യം റദ്ദാക്കാനുള്ള നടപടി വൈകിയെന്ന് കുടുംബം ആരോപിക്കുന്നുണ്ട്. ചെന്താമരയുടെ അന്ധവിശ്വാസങ്ങളെക്കുറിച്ച് ചെന്താമരയുടെ ബന്ധുക്കൾക്കും അറിയാമായിരുന്നു. വീടിന് എതിർവശത്ത് താമസിക്കുന്ന നീളൻ മുടിയുള്ള സ്ത്രീയാണ് കുടുംബകലഹത്തിന് കാരണമെന്ന് ജ്യോത്സ്യൻ പറഞ്ഞതിന് പിന്നാലെയാണ് ചെന്താമര 2019 സജിതയെ കൊലപ്പെടുത്തിയതെന്ന് ചെന്താമരയുടെ അമ്മാവൻ പറഞ്ഞു. ചെന്താമര മന്ത്രവാദത്തിന് അടിമയാണെന്നും കിട്ടുന്ന പണമെല്ലാം ഉപയോഗിച്ച് പൂജകൾ ചെയ്യാറുണ്ടെന്നും അമ്മാവൻ വെളിപ്പെടുത്തി. ചെന്താമര അന്ധവിശ്വാസത്തിന് അടിമയാണ്. കുറച്ച് പൈസ കയ്യിൽ കിട്ടിയാൽ പോലും അവൻ അത് പൂജയ്ക്കും മന്ത്രവാദത്തിനുമെല്ലാം ഉപയോഗിക്കും. ഏതെങ്കിലും ജ്യോത്സ്യർ എന്തെങ്കിലും ചെയ്യണമെന്നോ അമ്പലങ്ങളിൽ പോകണമെന്നോ പറഞ്ഞാൽ ഭാര്യയുടെയും മറ്റും സ്വർണം വിറ്റിട്ട് വരെ അവൻ അത് ചെയ്യാറുണ്ട്. ഒരിക്കൽ ജ്യോത്സ്യനെ കണ്ടപ്പോഴാണ് വീടിന്റെ എതിർവശത്ത് താമസിക്കുന്ന നീളൻ മുടിയുള്ള സ്ത്രീയാണ് കുടുംബ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് പറഞ്ഞത്. പിന്നാലെയാണ് അവൻ സജിതയെ വെട്ടിക്കൊലപ്പെടുത്തിയത്. ചെന്താമരയുടെ കയ്യിൽ ഒരു കൊടുവാളുണ്ട്. അത് കണ്ട് പോലീസിനെ പലതവണ വിളിച്ചു പറഞ്ഞിട്ടും അവരെത്തിയിരുന്നില്ല. 7 പരാതി അവനെതിരെ പോലീസിൽ നൽകിയിട്ടുണ്ട്. എന്നിട്ടും പോലീസ് ഒന്നും ചെയ്തിട്ടില്ല. ഇങ്ങനെയായിരുന്നു ചെന്താമരയുടെ അമ്മാവന്റെ വാക്കുകൾ. ചെന്താമരയെ സഹിക്കാൻ വയ്യാതെയാണ് ഭാര്യ വീട് വിട്ടു പോയതെന്ന് ചെന്താമരയുടെ അമ്മായിയും പറഞ്ഞു. അവന്റെ കയ്യിലുള്ള കൊടുവാൾ കണ്ടിട്ടാണ് ഭാര്യ രക്ഷപ്പെട്ടത്. അല്ലാതെ സജിതയ്ക്ക് അതിൽ യാതൊരു ഉത്തരവാദിത്വവുമില്ല. അവൾ പാവമാണ്. ഇവിടെ അരിഞ്ഞു വീഴ്ത്തേണ്ട 3-4 പേരുണ്ടെന്ന് അവൻ എപ്പോഴും പറയാറുണ്ടെന്നും അവനെ എല്ലാവർക്കും പേടിയാണെന്നും അവർ പറഞ്ഞു. ചെന്താമരയെ എങ്ങനെയെങ്കിലും പിടിക്കണമെന്നും പേടിയോടെയാണ് ഇപ്പോൾ ഈ നാട്ടിൽ താമസിക്കുന്നതെന്നും നാട്ടുകാരും പ്രതികരിച്ചു. ഇത്രയും ക്രൂരമായ കൊലപാതകം നടത്തിയ അവൻ വിഷം കഴിച്ച് മരിക്കുമെന്ന് തോന്നുന്നില്ലെന്നും നാട്ടുകാർ വ്യക്തമാക്കി. അതേസമയം പോലീസിനെതിരെ ഗുരുതര ആരോപണവുമായി കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കൾ രംഗത്ത് വന്നിരുന്നു. കുടുംബത്തിന് നേരെ ഭീഷണിയുണ്ടെന്ന് പോലീസിന് നേരത്തെ അറിയിച്ചിരുന്നതായും എന്നാൽ പോലീസ് ഒരു വിലയും നൽകിയില്ലെന്നും മക്കൾ മാധ്യമങ്ങളോട് പറഞ്ഞു. പോലീസ് തങ്ങളുടെ വാക്കുകൾക്ക് വില കൽപ്പിച്ചിരുന്നെങ്കിൽ അച്ഛൻ ഇന്ന് ജീവിച്ചിരുന്നേനെ. അന്ധവിശ്വാസത്തിന്റെയും സംശയത്തിന്റെയും പുറത്താണ് തന്റെ അമ്മയെ കൊന്നത്. അച്ഛനോട് പക എന്തിനായിരുന്നുവെന്ന് തങ്ങൾക്കറിയില്ല. പ്രതിയെ ഇനിയും പിടികൂടിയില്ലെങ്കിൽ തങ്ങളെയും പ്രതി കൊലപ്പെടുത്തുമെന്നും ചെന്താമരയെ പിടികൂടി വധശിക്ഷയ്ക്ക് വിധിക്കണമെന്നും സുധാകരന്റെ മകൾ പറഞ്ഞു. പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ ഗുരുതര വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുന്നതാണ് മക്കളുടെ വാക്കുകൾ. ചെന്താമരയിൽ നിന്ന് ഭീഷണിയുണ്ടെന്ന് കാണിച്ച് കഴിഞ്ഞ മാസം 29 സുധാകരനും കുടുംബവും നെന്മാറ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. ഇതിന് പിന്നാലെ പോലീസ് ചെന്താമരയെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച് താക്കീത് ചെയ്ത് വിട്ടയച്ചു. താൻ ഇനി പ്രശ്നമൊന്നും ഉണ്ടാക്കില്ലെന്നും തമിഴ്നാട് തിരുപ്പൂരിൽ പോവുകയാണെന്നുമായിരുന്നു ചെന്താമര അന്ന് പോലീസിനോട് പറഞ്ഞത്. എന്നാൽ തിങ്കളാഴ്ച ചെന്താമര സുധാകരനെയും മീനാക്ഷിയെയും കൊലപ്പെടുത്തുകയായിരുന്നു. സംഭവം നടന്ന് ഒരു ദിവസം പിന്നിട്ടിട്ടും പ്രതിയെ പിടികൂടാത്തതിലും പോലീസിനെതിരെ പ്രതിഷേധം ഉയരുന്നുണ്ട്. പാലക്കാട് നഗരത്തിലും സമീപ പ്രദേശങ്ങളിലും വ്യാപക തിരച്ചിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം ചെന്താമര ജാമ്യവ്യവസ്ഥ ലംഘിച്ചതിൽ നടപടി സ്വീകരിക്കും. പോലീസ് വീഴ്ചയിൽ ADGP റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. പാലക്കാട് SP ഇന്ന് തന്നെ റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം.